നമസ്കാരം. കോന്നി വനം ഡിവിഷന്റെ കീഴിൽ നടുവത്ത് റേഞ്ചിൽ കല്ലേലിത്തോട്ടം കൊക്കോതൊടി ജനവാസ മേഖലയിൽ വ്യാപകമായി ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ സംഘം ചേർന്ന് വനപാലകരുടെ ദൗത്യം. വലിയ സംഘം വനപാലകരാണ് കാട്ടാനകളെ തിരികെ കാട്ടിലേക്ക് കടത്തിവിടാനുള്ള ദൗത്യം നടത്തിയത്. സൗത്ത് കുമരംപേരൂർ വനാതിർത്തിക്കുള്ളിലും വൈക്കര വനമേഖലയിലുമാണ് ഇന്നലെ വ്യാപകമായ തെരച്ചിൽ നടത്തിയത്. കാട്ടിൽ പകൽ സമയത്ത് നിലയുറപ്പിക്കുന്ന ആനകൾ രാത്രികാലങ്ങളിൽ അച്ചൻകോവിൽ നദി നീന്തി റോഡ് മുറിച്ചു കടന്ന് കൈതച്ചക്കത്തോട്ടത്തിലേക്ക് കൂട്ടത്തോടെ വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിരന്തരം വരുന്ന ആനകളെ ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞ് ഉൾക്കാട്ടിലേക്ക് കടത്തിവിടുന്ന വളരെ ശ്രമകരമായ ദൗത്യമാണ് നടത്തിയത്. ഇതിന്റെ ഭാഗമായി ആനയെ വനത്തിനുള്ളിൽ നദിക്ക് സമീപമായി കാണുകയും ഉൾക്കാട്ടിലേക്ക് കടത്തിവിടുകയും ചെയ്തു. ഇതിനിടയിൽ കാട്ടാന വനപാലകരെ ആക്രമിക്കാനും ശ്രമിച്ചു. 8ഓളം വനപാലകർക്ക് നിസ്സാര പരിക്കുണ്ട്. ഇതോടൊപ്പം ജനവാസ മേഖലയിൽ വൈകിട്ട് 4 മണി മുതൽ രാവിലെ 9 വരെ നിരീക്ഷണ പെട്രോളിംഗ് നടത്തും. ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കി ഈ പാത കടത്തിവിടാൻ വനപാലകരുടെ പ്രത്യേക സംഘവും പ്രവർത്തിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുളത്തമൺ പ്രദേശത്ത് ഇതുപോലുള്ള ദൗത്യം നടത്തിയ ആനയെ ഉൾക്കാട്ടിലേക്ക് കടത്തിവിട്ടിരുന്നു. കോന്നി RRT, സൗത്ത് കുമരംപേരൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ, പാടം സ്റ്റേഷൻ, കൊക്കോത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ, കരിപ്പാൻതോട് ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ 64 ജീവനക്കാർ ഈ ദൗത്യത്തിൽ പങ്കെടുത്തു. DFO ആയുഷ് കുമാർ കോറി നേതൃത്വം നൽകി. വണ്ടിയൊന്നും പേടിയൊന്നുമില്ല. കൊമ്പനാട്ടോ. നല്ല കൊമ്പന. അങ്ങോട്ട്